സമയത്തിനകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗമെല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അന്തിമഘട്ട ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായി. അല്പസമയത്തിനകം തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. 56 സ്ഥാനാർത്ഥികളാകും ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാവുക. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിറ്റിംഗ് MLA-മാരടക്കമുള്ളവരായിരിക്കും ഉണ്ടാവുക. ഒറ്റ മണ്ഡലങ്ങളിലേക്ക് എത്തിയ സ്ഥലങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ സംവരണ സീറ്റുകൾ ഇങ്ങനെയുള്ള ആദ്യഘട്ടത്തിൽ ഒരു 31 പേരുടെ പട്ടിക അതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നാലെ ഇന്ന് വീണ്ടും ചർച്ചകൾ നടത്തുകയും ഏതാണ്ട് 56ഓളം സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഭവനിലാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം ഇന്ദിരാഭവനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും രണ്ടാം ഘട്ട പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ തുടരുകയാണ്. അല്പസമയത്തിനകം നേതാക്കൾ ഒരുപക്ഷെ ഈ പ്രഖ്യാപനം ഉണ്ടായാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായാൽ നേതാക്കൾ പുറത്തു വന്ന അവരുടെ ഒരു പ്രതികരണം അടക്കം നമുക്ക് തേടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഈ എംപിമാരടക്കം മത്സരിക്കുമെന്നൊക്കെ പ്രഖ്യാപിക്കുകയും കെ സുധാകരനടക്കം അങ്ങനെ ഒരു അവകാശവാദവും ഒക്കെയായി രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിലേക്കടക്കം വലിയ ആശയക്കുഴപ്പവും ആശങ്കയും ഒക്കെ തന്നെയാണ് പാർട്ടിക്കുണ്ടായിരുന്നത്. അത്തരം ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ പരിഹരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒടുവിൽ അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എംപിമാർ ചിത്രത്തിലേ ഇല്ല, അതായത് എംപിമാർ മത്സരിക്കേണ്ടതേ ഇല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഹൈക്കമാൻഡുമുള്ളത്. അത് KPCC നേതൃത്വം തുടക്കം മുതൽ തന്നെ അങ്ങനെ ഒരു നിലപാട് തന്നെയാണ് മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു തെറ്റായ സന്ദേശം, വീണ്ടും എംപിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് എങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നുള്ളത് തന്നെയായിരുന്നു KPCC നേതൃത്വം മുന്നോട്ട് വച്ചിട്ടുള്ള പൊതുവായ നിലപാട്. അത് ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നാലെ സുധാകരനെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ അതിപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷെ ഒരു വലിയ കടുത്ത തീരുമാനത്തിലേക്കൊന്നും തന്നെ അദ്ദേഹം പോകാൻ സാധ്യതയില്ലെന്ന് കൂടി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹവുമായി സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സുധാകരനടക്കം ഇതിനോടകം തന്നെ സന്നദ്ധത അറിയിച്ച എംപിമാർക്ക് സീറ്റില്ലെന്നുള്ള കാര്യം ഹൈക്കമാൻഡ് നേരിട്ട് അവരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏതാണെങ്കിലും ആകാംക്ഷയോടെ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പട്ടിക അല്പസമയത്തിനകം ഉണ്ടാകും. 56 സ്ഥാനാർത്ഥികളായിരിക്കും ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാവുക. ഇപ്പോൾ ഇന്ദിരാഭവനിൽ വീണ്ടും ചർച്ചകൾ തുടരുകയാണ്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെയാണ് പുരോഗമിക്കുന്നത്.